ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് ട്യൂട്ടോറിയൽ വീഡിയോയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലോ വീഡിയോഗ്രാഫി ട്യൂട്ടോറിയലോ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയലോ ഒന്നുമല്ല. ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത്. നമുക്കൊരു കമ്മ്യൂണിറ്റി ടാബൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തീർക്കേണ്ട കാര്യമുള്ളായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് നിങ്ങളോടുള്ള കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഒന്നാമത്തെ കാര്യം, ഈ വീഡിയോയ്ക്കകത്ത് ഓഡിയോ ക്വാളിറ്റി അതേപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി ഒക്കെ വളരെയധികം കുറവായിരുന്നു. ഞാൻ എല്ലാം ഫോണിലാണ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഫോണിലാണ് ചെയ്യുന്നത്. കാരണം കമ്പ്യൂട്ടർ ഒരു ചെറിയ പണി തന്നു. കമ്പ്യൂട്ടർ ഇപ്പം മോണിറ്റർ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാൻ പുതിയ മോണിറ്റർ മേടിക്കാൻ പോകുമെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു. പഴയ മോണിറ്റർ പോയി, അത് കംപ്ലീറ്റ്ലി ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ ഏകദേശമൊക്കെ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ UPS നേരത്തെ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മഴയുടെ സമയത്തൊക്കെ കുറേ തവണ കറണ്ട് പോയപ്പം പെട്ടെന്ന് തന്നെ CPU ഷട്ട് ഡൗൺ ആയിപ്പോൾ. കറണ്ട് പോകുന്നുണ്ട്, UPS ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ കുറേ തവണ പോയി. ഇപ്പം CPU ഓണാകുന്നുണ്ട്, പക്ഷേ ഒന്നും ഡിസ്പ്ലേ ആകുന്നില്ല. ഫുൾ ബ്ലാക്ക് സ്ക്രീനാണ് കാണിക്കുന്നത്. മോണിറ്റർ ഓണാക്കുമ്പം പെട്ടെന്ന് തന്നെ മോണിറ്റർ ഏകദേശം ഒരു 2 മിനിറ്റ് ഓണായി നിൽക്കും. അത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതാണ് മോണിറ്റർ കംപ്ലീറ്റ്ലി പോയി. ഏകദേശം മോണിറ്റർ ഒരു 5-6-7 വർഷം പഴക്കമുള്ള മോണിറ്ററാണ്, പഴയ ടൈപ്പ് മോണിറ്ററാണ്. അതേതായാലും ഞാൻ മാറണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. സോ ഒരു 2 വീക്ക് ടൈം വേണം നമ്മുടെ ഈ മോണിറ്റർ ഒന്ന് മേടിക്കാൻ വേണ്ടി. സോ അത് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ഇനിയുള്ള വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇടുന്ന രീതിയിൽ തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ ഇനി ഇടുന്ന വീഡിയോ കംപ്ലീറ്റ്ലി മൊബൈൽ ബേസ്ഡ് ആയിരിക്കും വീഡിയോ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കോണ്ടൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഫിലിം മേക്കിംഗ് തന്നെയാണ് ചെയ്യുന്നത്. എഡിറ്റിംഗ് ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ മൊബൈലുമായിട്ട് ആയിട്ടുള്ള ട്യൂട്ടോറിയലായിരിക്കും. സ്നാപ്സീഡിൻ്റെയും ലൈറ്റ് റൂമിൻ്റെയും അതേപോലെ തന്നെ പല എഡിറ്റിംഗ് വേസും ഫോൺ ഉപയോഗിച്ച് അങ്ങനെ വീഡിയോ, അതുപോലെ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി ഒരു 2 ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് വരുന്നത്. അത് ഏകദേശം ഒരു 6-7 വീഡിയോ ഇനിയും വരുന്ന അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതൊന്നും ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ കുറേ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ കമ്പ്യൂട്ടറിൻ്റെ അത് കിടപ്പുണ്ട്. പുതുത് മേടിച്ചിട്ട് വേണം റെഡിയാക്കാൻ. പിന്നെ CPU ഒന്ന് ശരിയാക്കി എടുക്കണം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരുന്നു. അതാണ് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കൂടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാകുന്ന വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടി ചെയ്തൊരു ചെറിയ വീഡിയോ ആണ്. സോ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.